ഡോക്ടർ ദമ്പതികളിൽ നിന്നും 7.5 കോടി രൂപ ഓൺലൈനിലൂടെ തട്ടിയെടുത്ത 2 ചൈനീസ് പൗരന്മാർ അറസ്റ്റിൽ. കുന്നംകുളം പെരുമ്പിലാവിൽ ബാറിലെ സംഘർഷത്തിൽ 3 പേർ പിടിയിൽ. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്നും 7.5 കോടി രൂപ ഓൺലൈനിലൂടെ തട്ടിയെടുത്ത കേസിൽ പിടിയിലായ 2 ചൈനീസ് പൗരന്മാരെ ആലപ്പുഴയിലെത്തിച്ചു. ഗുജറാത്ത് പോലീസ് പിടികൂടിയ അന്താരാഷ്ട്ര കുറ്റവാളികളെ കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കേസിൽ ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടെ 5 പേർ നേരത്തെ പിടിയിലായിരുന്നു. പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പാണ് കഴിഞ്ഞ ജൂണിൽ ചേർത്തലയിൽ നടന്നത്. ഓഹരി വിപണിയിൽ അമിത ലാഭം വാഗ്ദാനം ചെയ്ത് ഡോക്ടർ ദമ്പതികളിൽ നിന്ന് തട്ടിയെടുത്തത് 7,65,00,000 രൂപ. ചേർത്തല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അനസ്, പ്രവീഷ്, അബ്ദുൾ സമദ് എന്നിവരെ ആദ്യം അറസ്റ്റ് ചെയ്തു. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതര സംസ്ഥാനക്കാരായ ഭഗവൽ റാം, നിർമ്മൽ ജെയിൻ എന്നിവരെ പിടികൂടി. ചൈന കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നതെന്ന് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് വ്യക്തമായി. എന്നാൽ സാങ്കേതികവും നിയമപരവുമായ ചില കാരണങ്ങളാൽ കേരള പോലീസിന് പ്രതികളിലേക്ക് നേരിട്ട് എത്താനായിരുന്നില്ല. ഇതിനിടെയാണ് ചൈനീസ് പൗരന്മാരായ വെയിൻ ചുങ് വാൻ, ഷെയ്ൻ വെയിൻ ഹോ എന്നിവരെ ഗുജറാത്ത് അഹമ്മദാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴയിൽ എത്തിച്ച പ്രതികളെ നാളെ ചേർത്തല കോടതിയിൽ ഹാജരാക്കും. ജനം, ആലപ്പുഴ. കോഴിക്കോട് പയ്യോളിയിൽ 8ാം ക്ലാസ്സുകാരനെ ക്രൂരമർദ്ദനം. പരിശീലനം കഴിഞ്ഞ് മടങ്ങും വഴി മറ്റൊരു സ്കൂളിലെ കുട്ടികൾ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ കുട്ടിയുടെ കർണപടം തകർന്നു. സംഭവത്തിൽ പയ്യോളി പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അറിയിച്ചു. എട്ടാം ക്ലാസ്സുകാരനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. പയ്യോളിയിലെ ഗ്രൗണ്ടിൽ നിന്ന് ഫുട്ബോൾ കളിച്ചു മടങ്ങുന്ന വഴി സ്കൂളിന്റെ പേര് ചോദിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം. മർദ്ദനത്തിൽ കുട്ടിയുടെ കർണപടം തകർന്നിട്ടുണ്ട്. മുഖത്തും കൈക്കും അടിക്കുകയും ചവിട്ടുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം. മറ്റൊരു സ്കൂളിലെ കുട്ടിയാണ് 8ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചത്. മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മർദ്ദിച്ച കുട്ടികൾ തന്നെയാണ് ഫോണിൽ പകർത്തിയത്. മർദ്ദന വിവരം വീട്ടുകാരിൽ നിന്നും 8ാം ക്ലാസ്സുകാരൻ മറച്ചുവെച്ചിരുന്നു. പിന്നീട് മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചപ്പോഴാണ് വീട്ടുകാർ വിവരം അറിയുന്നത്. SP ഓഫീസിൽ പോയിട്ട് സാർക്ക് പരാതി കൊടുത്തതിന് ശേഷമാണ് കേസായി എന്നുള്ള അറിഞ്ഞത്. അതിനുശേഷം എനിക്കും വീണ്ടും തീരുമാനം ഒന്നായിട്ടില്ല. ഇനിയും എന്തോ റിപ്പോർട്ടൊക്കെ റെഡിയാക്കാനുണ്ട്. അതിനുശേഷം എന്താണെന്നുള്ള തീരുമാനം അറിയില്ല. പിന്നെ മോന് പിറ്റേന്ന് നമ്മൾ അന്ന് അടി കിട്ടിയെന്ന് അറിയുന്നില്ല, ഇത്രയും വലിയ ഓരോരുത്തരുടെ അടിയാന്നുള്ളത്. പിറ്റേന്ന് വീഡിയോ കണ്ട ശേഷമാണ് അറിയുന്നത് ഇത്രയും നല്ല തലക്കും ചെവിക്കായിട്ടുള്ള പരിക്ക് കിട്ടിയ അടിയാണ്. അങ്ങനെയാണെന്ന് അറിയുന്ന ചെവിക്ക് ചെറിയ പ്രശ്നമുണ്ട്. ഒരുപാട് ഹോസ്പിറ്റലായിട്ട് ഒരുപാട് കളിച്ച് 2 ആഴ്ച ഇതുവരെ കുളിച്ചിട്ടില്ല, തല കുളിച്ചിട്ടില്ല, 3 മാസം റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. സംഭവം നടന്ന 13 ദിവസത്തിന് ശേഷമാണ് പയ്യോളി പോലീസ് കേസെടുത്തതെന്ന് കുടുംബം പറയുന്നു. സംഭവത്തിൽ പയ്യോളി പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് സമർപ്പിക്കും. ജനം, കോഴിക്കോട്. ചാലക്കുടി പോട്ട ബാഗ് കവർച്ച കേസിലെ പ്രതി റിജോയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് കോടതി അനുവദിച്ചത്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്.
പ്രതിയെ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കുന്നതിനും വിശദമായി ചോദ്യം ചെയ്യുവാനുമാണ് 5 ദിവസത്തെ സമയം വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്നാൽ 2 ദിവസത്തെ കസ്റ്റഡി കാലാവധി അനുവദിച്ച കോടതി 20 രാവിലെ 10 മണിക്ക് പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചു. പ്രതി മോഷണശേഷം ബൈക്കിൽ സഞ്ചരിച്ച വഴികളിലൂടെയും ധരിച്ചിരുന്ന മാസ്കും കയ്യുറയും കത്തിച്ചുകളെ സ്ഥലത്തും ഉൾപ്പെടെ എത്തിച്ച് ഇനിയും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. മോഷണത്തിന് പ്രതി ഉപയോഗിച്ച സ്കൂട്ടറിന്റെ നമ്പറുകൾ വ്യാജമാണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ നമ്പർ പ്ലേറ്റുകൾ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നാണ് പ്രതിയുടെ മൊഴി. നമ്പർ പ്ലേറ്റ് കണ്ടെടുക്കേണ്ടത് കേസിൽ ഏറെ നിർണായകമാണ്. ബാഹ്യ സഹായം എന്തെങ്കിലും പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ജനം, തൃശൂർ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് MDMAയുമായി IT എഞ്ചിനീയർ പിടിയിലായി. ടെക്നോ പാർക്കിൽ ഡാറ്റ എഞ്ചിനീയറായ മുരുക്കുംപുഴ സ്വദേശി മിഥുൻ മുരളിയാണ് എക്സൈസിന്റെ പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരത്തെ പ്രമുഖ IT കമ്പനിയിലെ 27-കാരനായ ഡാറ്റ എഞ്ചിനീയറാണ് MDMAയും കഞ്ചാവ് വിൽപ്പനയും നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായത്. മുരുക്കുംപുഴ സ്വദേശിയായ മിഥുൻ മുരളിയാണ് കുളത്തൂർ പുഴയിലെ വാടക വീട്ടിൽ നിന്ന് പിടിയിലായത്. കഴക്കൂട്ടം എക്സൈസ് റേഞ്ച് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിൽ 32 ഗ്രാം MDMAയും 20 ഗ്രാം കഞ്ചാവും കൂടാതെ മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ സമാഹരിച്ച 75,000 രൂപയും എക്സൈസ് പിടിച്ചെടുത്തു. IT പ്രൊഫഷണലുകൾക്ക് വിൽക്കാനായി ബംഗളൂരുവിൽ നിന്നാണ് MDMA ഇയാൾ എത്തിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. ജനം, തിരുവനന്തപുരം. കൊല്ലം അഞ്ചൽ പോലീസ് സ്റ്റേഷന് സമീപം വീട് കുത്തിത്തുറന്ന് മോഷണം. വീട്ടിലെ സാധനങ്ങളും കിണറ്റിലെ മോട്ടോറും ഉൾപ്പെടെ കവർന്നു. മോഷ്ടാവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അഞ്ചൽ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് താമസിക്കുന്ന സുമതിയമ്മയുടെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. 20 ദിവസങ്ങൾക്ക് മുൻപ് വീട് പൂട്ടി ജോലിക്ക് പോയതാണ് സുമതിയമ്മ. പോലീസ് സ്റ്റേഷന് സമീപത്തായതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വമായിരുന്നു യാത്ര. എന്നാൽ കഴിഞ്ഞ ദിവസം വീട് വൃത്തിയാക്കാനായി തിരികെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീട്ടിലെ മുൻവശത്തെ കതക് തകർന്നിരിക്കുന്നു. വീട്ടിലെ സാധനങ്ങളും കിണറ്റിലെ മോട്ടോറുമടക്കം നഷ്ടപ്പെട്ടു. കിണറ്റിന്റെ മോട്ടർ എടുത്തുകൊണ്ട് പോയി. വീട്ടിൽ കിടന്ന അലുമിനിയം പാത്രങ്ങൾ മൊത്തം പോയി. എൻ്റെ ഒരു പെട്ടിയിലിരുന്ന തുണി പെട്ടിയോടെ എടുത്തുകൊണ്ട് പോയി. കട്ടിൽ പിടിച്ച് അകത്ത് കിടന്ന വെളിയിൽ പിടിച്ചിട്ടേക്കുന്നു. കട്ടിൽ വെളിയിൽ പിടിച്ചിട്ടേക്കുന്നു. അതിന് പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി. ഈ കതവ് അടിച്ച് പൊളിച്ച് 2 മുറിയുടെ കതവ് അടിച്ച് പൊളിച്ച് കമ്പി ഭാരം ഉണ്ടാ കുത്തി തുറന്നെടുത്തേക്കുന്നു. കുന്താലി, ഇത് പിച്ചാത്തി, കൊടുവാൾ ഇതെല്ലാം പറക്കി കൊണ്ടുപോയി. ഇത്രയും കൊണ്ടുപോയിട്ടുണ്ട്. ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ വന്ന് തുറന്ന് തൂത്തു ആരാ വന്നപ്പോഴാണ് ഇതെല്ലാം ഞാൻ കാണുന്നത്. എൻ്റെ ആദ്യം അങ്ങ് എരിയോ ചെയ്യുന്നത്. എൻ്റെ കൂടെ ഞാൻ ആരാ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഒന്നുമില്ല. ഒത്തിരി പഴയ തുണി എൻ്റെ പാത്രങ്ങളും ഒക്കെ ഉള്ളായിരുന്നു. മുൻവശത്തുകൂടെ കയറിയ മോഷ്ടാവ് വീടും പരിസരവും അരിച്ചുപറക്കിയാണ് മോഷണം നടത്തിയിരിക്കുന്നത്. തുടർന്ന് സുമതിയമ്മ നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചു. ഉടനെത്തിയ അഞ്ചൽ പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. സ്റ്റേഷനരികിൽ മോഷണം നടത്തി കടന്നുകളഞ്ഞ മോഷ്ടാവിനായി ശക്തമായ അന്വേഷണം നടത്തുകയാണ് അഞ്ചൽ പോലീസ്. ജനം, കൊല്ലം. ഇടുക്കി കമ്പംമേട്ട് CI ഷമീർ ഖാൻ തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെ മർദ്ദിച്ചുവെന്നാരോപിച്ച് അന്തർസംസ്ഥാന പാത ഉപരോധിച്ച് ലോറി ഡ്രൈവർമാർ. കമ്പം സ്വദേശി അബ്ബാസിനാണ് മർദ്ദനമേറ്റത്. അതേസമയം തമിഴ്നാട്ടിൽ നിന്നും പാസ് ഇല്ലാതെ കരിങ്കല്ലുമായി എത്തിയ വാഹനം പിടികൂടിയപ്പോൾ ഡ്രൈവറായ അബ്ബാസ് CIയെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ ഭാഷ്യം. സംഭവവുമായി ബന്ധപ്പെട്ട് CI ഷമീർ ഖാൻ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിൽ നിന്നും പെർമിറ്റില്ലാതെ കരിങ്കല്ലുമായി വന്ന ലോറി പോലീസ് സംഘം തടഞ്ഞു. ഇതേ തുടർന്ന് സംഘർഷം ഉണ്ടാവുകയായിരുന്നു. കമ്പംമേട്ട് CI ഷമീർ ഖാനെ മർദ്ദിച്ചുവെന്നാരോപിച്ച് വാഹനത്തിന്റെ ഡ്രൈവറിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ കമ്പംമേട്ട് CI ഷമീർ ഖാൻ ആദ്യം കുഴുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. ലോറി ഡ്രൈവർ അബ്ബാസിനെതിരെ അനാവശ്യമായി കേസെടുത്തുവെന്നാരോപിച്ച് തമിഴ്നാട് ഹെവി വെഹിക്കിൾ അസോസിയേഷൻ ഭാരവാഹികൾ രംഗത്തെത്തുകയായിരുന്നു. ഇവർ മണിക്കൂറുകളോളം കമ്പംമേട്ട് അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു.
இன்றைக்கி மதியம் சுமார் ஒரு 2 மணிக்கு தமிழ்நாட்டிலிருந்து, அதாவது தேனி மாவட்டத்திலிருந்து கட்டப்பனை நோக்கி பாரக்குடி ஏற்றிட்டு வந்த வண்டியை கம்மமெட்டு வாகன சோதனை சாவடியில் கம்மமெட்டு போலீஸ் எஸ்ஐயும் இன்ஸ்பெக்டரும் வாகனம் சோதிக்கும் போது டிரைவரை வாகனத்து கேபிளில் ஏறி அடித்து சாவி பிடிக்கி ஸ்டேஷன் கூட்டு போயிருக்காங்க. இது சம்மந்தமாக நாங்கள் வந்து ஸ்டேஷனில் போய் மாவட்ட டிபலர் சங்கத்திலேருந்து போய் கேட்கும்போது டிரைவர் என்னை அடித்தாங்க, அதனால தான் நாங்கள் டிரைவர் அடிச்சுட்டு அவர் மேலே நாங்கள் எஃப்ஐஆர் போட்டோம் சொல்லி ஒரு பொய்யான வழக்கு தொடங்கியிருக்காங்க. எல்லாருக்கும் தெரியும், இங்கே ஒரு 18 கேமரா இருக்குது செக் போஸ்ட்டில். டிரைவர் அடித்தாருன்னு சொல்கிறதுக்கு எந்த ஒரு சிசிடிவி ரெக்கார்டும் கொடுக்கல. பொய்யான வழக்கு அவங்க மேலே தொடர்ந்து எங்கள் வாழ்வாதாரத்தை அவங்க பாதிக்கிறாங்க. அதனால் கீழே இருந்து நாங்கள் கட்டுமான பணிகளை பொருள் கொண்டு வந்துட்டு இங்கே வந்து எங்களுக்கு ஒரு உரிய பாதுகாப்பு இல்லாதனால இன்றைக்கி இருந்து நாங்கள் சங்கத்தில் ஒரு முடிவு பண்ணியிருக்கிறதுனா கம்மமெட்டு, போடிமெட்டு, கும்பளி 3 வழியிலையும் கட்டுமான பொருட்களை நாங்கள் கேரளாவுக்கு கொண்டு வரதுன்னு ஒரு தீர்மானம் பண்ணியிருக்கிறோம். பொய்யான கேஸை அவர் வாபஸ் பண்ணுற வரையும் நாங்கள் வந்து எந்த ஒரு வண்டியும் மேலே கொண்டு வர മാട്ടോം, സർവീസ് பண்ண മാട്ടോം. ഉത്തമവാളയൻ ഡിവൈഎസ്പി, തേനി ആർടിഒ തുടങ്ങിയവർ സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയിലാണ് സമവാക്യമുണ്ടാവുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തത്. ഇതിനിടെ CI ഷമീർ ഖാനെതിരെ പ്രതിഷേധവുമായി CPM-ഉം രംഗത്തെത്തി. ഇവിടെ വേണമെന്നില്ല, ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ കാര്യം ഞാൻ മോളിൽ പറഞ്ഞു. സമാനമായ ആരോപണങ്ങളിൽ മുമ്പും അകപ്പെട്ടിട്ടുള്ളയാളാണ് CI ഷമീർ ഖാൻ. പുതുവത്സര തലേന്ന് മധ്യവയസ്കനായ മുരളീധരന്റെ മുഖത്തടിച്ച് പല്ല് കൊഴിച്ച കേസിൽ പ്രതിസ്ഥാനത്താണ് ഷമീർ ഖാൻ ഉള്ളത്. സമാനമായ നിരവധി ആരോപണങ്ങളും ഈ CIക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. ജനം, ഇടുക്കി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വൻ ലഹരിവേട്ട. 118 ഗ്രാം MDMA-യുമായി 3 പേർ എക്സൈസ് പിടിയിലായി. പിടികൂടിയത് 6 ലക്ഷം രൂപയോളം വില വരുന്ന മാരക ലഹരി മരുന്നാണ്. സംസ്ഥാനാതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകൾ വഴിയുള്ള ലഹരിക്കടത്ത് വ്യാപകമായ സാഹചര്യത്തിലാണ് എക്സൈസ് പരിശോധന കർശനമാക്കിയിരിക്കുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഇന്ന് രാവിലെ നടന്ന പരിശോധനയിലാണ് ലക്ഷങ്ങൾ വില വരുന്ന മാരക ലഹരി വസ്തുക്കളുമായി 3-അംഗ സംഘം പിടിയിലായത്. നെടുമങ്ങാട് ആരനാട് സ്വദേശി ആദിത്യൻ, കാട്ടാക്കട പൂവച്ചൽ സ്വദേശി ദേവൻ രാജ്, നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശി സജു സൈജു എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് 118 ഗ്രാം MDMA-യും കഞ്ചാവും എക്സൈസ് സംഘം കണ്ടെടുത്തു. പിടിച്ചെടുത്ത MDMA-ക്ക് പൊതുവിപണിയിൽ 6 ലക്ഷം രൂപയോളം വില വരും. തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യാനാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്നാണ് എക്സൈസ് പറയുന്നത്. വിശദമായ അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അധികൃതർ അറിയിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് വന്ന വോൾവോ ബസ്സിൽ ആണ് സാധനം കൊണ്ടുവന്നത്. 3 പേരുണ്ട് പ്രതികളായിട്ട്. ഒരു കയ്യിൽ നിന്ന് 118 ഗ്രാമോളം MDMA കണ്ടെടുക്കുകയായിരുന്നു. ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഒരു കേസാണ് കൊണ്ടുവന്നത്. 10 വർഷം വരെ തടം ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. കേസും മറ്റ് കാര്യങ്ങളും തുടർ നടപടികളുണ്ടായി നെയ്യാറ്റിൻകര റേഞ്ച് ഓഫീസിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. പ്രതികളെ ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. ഇതര സംസ്ഥാനത്ത് നിന്ന് മയക്കുമരുന്നുകൾ വൻതോതിൽ തലസ്ഥാനത്തെത്തിച്ച് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായത്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് എക്സൈസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, തിരുവനന്തപുരം. കണ്ണൂർ കൂത്തുപറമ്പ് മാങ്ങാട്ടിടത്ത് ഭിന്നശേഷിക്കാരിയെ കസേരയിൽ കെട്ടിയിട്ട സംഭവത്തിൽ ബഡ് സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ 4 പേർക്ക് സസ്പെൻഷൻ. കുട്ടിയെ കെട്ടിയിട്ടത് നേരിട്ട് കണ്ട അമ്മ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. ഫെബ്രുവരി 4 രാവിലെ PTA മീറ്റിംഗിൽ പങ്കെടുക്കാൻ കുട്ടിയുടെ അമ്മ സ്കൂളിൽ എത്തിയപ്പോഴായിരുന്നു ക്രൂരത നേരിട്ട് കണ്ടത്. 75% ശാരീരിക വൈകല്യമുള്ള പെൺകുട്ടിയെ അനങ്ങാൻ പോലും കഴിയാത്ത വിധം കസേരയിൽ കെട്ടിയിട്ടെന്നായിരുന്നു പരാതി. കുട്ടിയുടെ വസ്ത്രങ്ങൾ മൂത്രത്തിൽ നനഞ്ഞിരുന്നു. അമ്മയെ കണ്ട മകൾ കരഞ്ഞതോടെയാണ് അധ്യാപിക കെട്ടഴിച്ചു വിട്ടത്. തുടർന്ന് മാങ്ങാട്ടിടം പഞ്ചായത്ത് അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് 4 പേർക്കെതിരെ നടപടിയെടുത്തത്. രക്ഷിതാക്കൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതി ഞങ്ങൾ ആകെ പരിശോധിച്ച ശേഷം ആ രക്ഷിതാക്കളുടെ വീടുകൾ സന്ദർശിച്ച് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർ പഞ്ചായത്തിൽ വന്ന് അവരുമായി ചർച്ചയും നടത്തി.
അങ്ങനെ നടത്തിയപ്പോൾ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്നും കഴമ്പുള്ളതാണെന്നും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഭരണസമിതിയും മനസ്സിലാക്കി. ബഡ്സ് സ്കൂൾ പ്രിൻസിപ്പൽ PV രേഖ, അധ്യാപികമാരായ K പ്രമീള, O മൃദുല, ആയ KP ആനന്ദവല്ലി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് PC ഗംഗാധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് ബഡ്സ് സ്കൂൾ അധികൃതർക്കെതിരെ നടപടിയുണ്ടായത്. ജനം, കണ്ണൂർ. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ റാഗിങ്ങിനിരയായി മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം. സർക്കാർ നടപടികൾ ഇല്ലെന്നിരിക്കെ കോളേജുകളിൽ റാഗിംഗ് ഇപ്പോഴും തുടരുകയാണ്. കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രതികളായ വിദ്യാർത്ഥികൾ തുടർ പഠനത്തിനുള്ള അനുമതിക്കായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലുമാണ്. ഇതിന് സഹായവുമായി ഇടത് നേതാക്കളുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സിദ്ധാർത്ഥിന് നേരെ SFI നടത്തിയ ക്രൂരത ലോകത്തെ അറിയിച്ചത് ജനം TV. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ SFI വിദ്യാർത്ഥി സംഘം റാഗിങ്ങിന് വിധേയമാക്കി കൊല ചെയ്തിട്ട് ഇന്നേക്ക് 1 വർഷമാകുന്നു. 2024 ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥൻ കോളേജ് ഹോസ്റ്റലിൽ മരണപ്പെട്ടതായി കണ്ടത്. ഇതിനെ തുടർന്ന് 17 വിദ്യാർത്ഥികളെ സർവകലാശാലയിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി 3 വർഷത്തേക്ക് കോളേജിൽ നിന്ന് നീക്കി. BCയെയും പുറത്താക്കി. കോളേജിന്റെ ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനെയും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അന്വേഷണത്തിന് റിട്ടയർഡ് ജസ്റ്റിസ് ഹരീന്ദ്രനാഥിനെ നിയോഗിച്ചു. അദ്ദേഹം 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ടും സമർപ്പിച്ചു. ചാൻസലർ എന്ന നിലയിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻകൈയെടുത്താണ് ഈ നടപടികൾ കൈക്കൊണ്ടത്. സിദ്ധാർത്ഥന് നേരെ SFI നടത്തിയ ക്രൂരത ജനം അറിഞ്ഞത് ജനം TVയിലൂടെയാണ്. എന്നാൽ ഇതിനകം പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളെ കോളേജിൽ പ്രവേശിപ്പിക്കാനും പരീക്ഷ എഴുതാൻ അനുവദിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു. കോടതി ഉത്തരവിനെതിരെ സർവകലാശാല അപ്പീൽ നൽകാൻ തയ്യാറായെങ്കിലും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ നൽകിയ അപ്പീലിനെ തുടർന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാനായില്ല. മകൻ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഇപ്പോഴും കോടതി കയറിയിറങ്ങുകയാണ്. ഉന്നത CPM നേതാക്കൾ ഇടപെട്ടാണ് SFIക്കാരായ പ്രതികളെ സംരക്ഷിച്ചത്. 100ഓളം വിദ്യാർത്ഥികളുടെ മുൻപിൽ വിവസ്ത്രനാക്കി ക്രൂരമായി മർദ്ദിച്ച് വെള്ളം പോലും കുടിക്കാൻ നൽകാതെ 3 ദിവസം പീഡിപ്പിച്ചാണ് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയത്. സിദ്ധാർത്ഥന്റെ വിയോഗത്തിന് 1 വർഷം തികയുമ്പോൾ കോട്ടയത്ത് വീണ്ടും ക്രൂരമായ റാഗിംഗ് ആവർത്തിക്കുന്നു. പ്രാഥമികമായി 7 ലക്ഷം രൂപ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നൽകാൻ ദേശീയ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടും CBI അന്വേഷണത്തിലായതുകൊണ്ട് സാമ്പത്തിക സഹായം നൽകാനാകില്ലെന്ന വിചിത്രമായ ന്യായമാണ് സർക്കാരിന്റേത്. SFI പ്രതിക്കൂട്ടിലായ 1 വർഷത്തിൽ സാമ്പത്തിക സഹായം നൽകുന്നതിനോട് സർക്കാരിനുള്ള ഈ വിയോജിപ്പാണ് ഇവിടെയും പ്രകടമാകുന്നത്. കൂടാതെ ആവർത്തിക്കുന്ന റാഗിംഗ് പരമ്പരയും. ജനം, തിരുവനന്തപുരം. പത്തനംതിട്ട പെരുന്നാട്ടിലെ CIT പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും തമ്മിൽ തല്ലുമാണെന്ന് BJP. ഇത് മറച്ചുവെക്കാനാണ് CPM BJPയെ പഴിചാരുന്നതെന്നും ജില്ലാധ്യക്ഷൻ VS സൂരജ്. സംഭവം രാഷ്ട്രീയ കൊലപാതകമാക്കി മാറ്റാൻ പോലീസിനെ CPM ഭീഷണിപ്പെടുത്തുകയാണെന്നും VS സൂരജ് ആരോപിച്ചു. കൊലക്കേസിൽ ഉൾപ്പെട്ട 8 പ്രതികളിൽ 3 പേർക്കും CPM ബന്ധം വ്യക്തമായി. 1-ാം പ്രതി നിഖിലേഷ് CI2 പ്രവർത്തകൻ. ഇയാളുടെ അമ്മയും ഇത് സ്ഥിരീകരിച്ചു. 4-ാം പ്രതി സുമിത്തും 7-ാം പ്രതി മിഥുനും DYFIയുടെ സജീവ പ്രവർത്തകരെന്നും തെളിവുകൾ പുറത്തുവന്നു. എന്നിട്ടും സംഭവം BJPയുടെ മേൽ കെട്ടിവെച്ച് വ്യാജ പ്രചാരണം തുടരുകയാണ് CPM നേതൃത്വം. 1-ാം പ്രതി നിഖിലേഷിന്റെ അമ്മ ഇയാൾ CI2 പ്രവർത്തകനാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് അറിയില്ലെന്നാണ് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞത്. CPMന്റെ വ്യാജ പ്രചാരണങ്ങൾക്ക് മിനിറ്റുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായുള്ളൂ എന്ന BJPയുടെ മറുപടി. CPMലെ തമ്മിത്തല്ല് BJPക്ക് മേൽ കെട്ടിവെക്കാനാണ് ശ്രമം. രാഷ്ട്രീയ കൊലപാതകമാക്കി മാറ്റാൻ പോലീസിനെ CPM ഭീഷണിപ്പെടുത്തുകയാണെന്നും ജില്ലാധ്യക്ഷൻ VS സൂരജ് പറഞ്ഞു. ഇപ്പോൾ നിരന്തരമായിട്ട് ഇതേപോലെയുള്ള അവിടെ നിരന്തരമായിട്ടുള്ള കുഴപ്പങ്ങൾ CPMനകത്തുണ്ട്. അവർ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ കള്ളപ്രചരണം നടത്തി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നിഖിലേഷിൻ്റെ അമ്മ തന്നെ വെളിപ്പെടുത്തിയോടുകൂടി ഇപ്പോൾ രാജു അബ്രഹാമിൻ്റെ ഉത്തരം മുട്ടിപ്പോയി. രാജു അബ്രഹാമിന് അറിയത്തില്ലെന്ന രീതിയിലാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ CPM തന്നെയാണ്. ഈ കൊലപാതകത്തിന് പിന്നിൽ CPM തന്നെയാണ്. ഇത് എന്തിനു വേണ്ടി കൊല നടത്തി എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടതായിരുന്നു. സംഭവത്തിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
BJPക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾ ജനങ്ങളെ അണിനിർത്തി പ്രതിരോധിക്കുമെന്നും BJP ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ജനം, പത്തനംതിട്ട. പാതിവില തട്ടിപ്പിൽ വ്യാപക റെയ്ഡുമായി ED. സംസ്ഥാനത്ത് 12 കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ്. പ്രതി അനന്തകൃഷ്ണൻ, NGO കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദകുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് എന്നിവരുടെ വീടുകളും ഫ്ളാറ്റും കേന്ദ്രീകരിച്ചായിരുന്നു റെയ്ഡ്. കൊച്ചി കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിൽ ക്രൈംബ്രാഞ്ചും പരിശോധന നടത്തി. എറണാകുളം, ഇടുക്കി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായിരുന്നു ED റെയ്ഡ്. പുലർച്ചെ മുതൽ തന്നെ ED ഉദ്യോഗസ്ഥർ വിവിധ സംഘങ്ങളായി പരിശോധനയ്ക്ക് എത്തിയിരുന്നു. എറണാകുളത്തെ 7 കേന്ദ്രങ്ങളിൽ പരിശോധന നടന്നു. എറണാകുളം മറൈൻ ഡ്രൈവിലുള്ള അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് വീട്ടിൽ നടന്ന റെയ്ഡ് മണിക്കൂറുകൾ നീണ്ടുനിന്നു. കൊച്ചി, കോഴിക്കോട് യൂണിറ്റുകളിൽ നിന്ന് ഉദ്യോഗസ്ഥരും കേസുമായി ബന്ധമുള്ളവർക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന ബാങ്കുകളിലെ പ്രതികളുമടക്കം 60ഓളം ഉദ്യോഗസ്ഥരാണ് റെയ്ഡിൽ പങ്കെടുത്തത്. NGO കോൺഫെഡറേഷന്റെ രാജ്യനാഥ ചെയർമാൻ ആനന്ദകുമാറിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും ഓഫീസിലും ED സംഘം എത്തി. അനന്തകൃഷ്ണന്റെ തൊടുപുഴ കോളപ്രയിലെ വീട്ടിലും ഓഫീസിലുമായിരുന്നു പരിശോധന. അനന്തകൃഷ്ണൻ തട്ടിപ്പുകൾക്ക് തുടക്കം ഇടുക്കിയിലായിരുന്നു. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് അനന്തകൃഷ്ണൻ 46 ലക്ഷം രൂപ കൈമാറിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാളുടെ ലീഗൽ അഡ്വൈസറായിരുന്നു അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്. തട്ടിപ്പിലൂടെ സഹകരിച്ച പണമാണ് ലാലി വിൻസെന്റ് കൈവശം എത്തിയതെന്നാണ് വിവിധ അന്വേഷണ സംഘങ്ങളുടെ കണ്ടെത്തൽ. 160 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായി EDയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഇതിനൊപ്പം അനന്തകൃഷ്ണന്റെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലും ക്രൈംബ്രാഞ്ചും പരിശോധന നടത്തി. ജനം, കൊച്ചി. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലും SFI റാഗിംഗ്. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥിയെ ബെൻസ് ജോസ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിലും പരാതി നൽകി. തുടർന്ന് അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് കമ്മിറ്റിയാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 7 പേർക്കെതിരെയാണ് പരാതി. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് നടന്നതായാണ് കണ്ടെത്തൽ. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് ആണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിനും പരാതി നൽകിയിരുന്നത്. തുടർന്ന് അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് കമ്മിറ്റിയാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 7ഓളം പേർക്കെതിരെയാണ് പരാതി. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും പരിശോധിച്ചാണ് റാഗിംഗ് നടന്നതായി കണ്ടെത്തിയത്. കഴിഞ്ഞ 11ാം തീയതി സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി നടന്നിരുന്നു. ബിൻസ് ജോസിന്റെ സുഹൃത്തായ അഭിഷേകിന് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റു. ഇരു കൂട്ടരുടെയും പരാതിയിൽ അന്ന് കഴക്കൂട്ടം പോലീസ് കേസെടുത്തിരുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരൻ അഭിഷേകും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ സീനിയർ പയ്യന്മാർ നമ്മൾ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു. അടിയുടെ ഇടയ്ക്ക് അഭിഷേകാണെങ്കിൽ ഇവിടെ ഓഫീസ് റൂമിലോട്ട് ഓടി പോയി. അപ്പം ഞാൻ അവിടെ ഒറ്റയ്ക്കായി പോയി. അപ്പം എന്നെ അവർ കുറേ അടിച്ചു. അതെനിക്ക് ഒരു വേലുമണ്ണനാണ് എന്നെ റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ മുട്ടുകുത്തിയിരുത്തിയിരുന്നു. അതെനിക്ക് മറ്റേ വീട്ടിൻ്റെ സ്റ്റമ്പൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു അടി തന്നു, കളഞ്ഞൊരു അടി തന്നു. അതെനിക്ക് ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ടവൻ്റെ വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ പാവല്യം കൊടുക്കാന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നു. അങ്ങനെ അത് വേഗം പകുതി കളഞ്ഞിട്ട് വാണ്ട് തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായോണ്ട് എടുത്തിട്ട് തുപ്പി ഏട്ടാണ് എനിക്ക് കുടിക്കാൻ വന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞു, തലയിട്ട് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. എന്നിട്ടാണെങ്കിൽ ഞാൻ കുടിച്ചത്. തുടർന്ന് ബിൻസ് കഴക്കൂട്ടം പോലീസിലും പ്രിൻസിപ്പലിനും പരാതി നൽകിയത്. സീനിയർ വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ തുടങ്ങി 7 പേരാണ് റാഗിംഗ് നടത്തിയതെന്ന് പരാതി ഉയർന്നത്. കമ്മിറ്റിയുടെ കണ്ടെത്തലിൽ പ്രിൻസിപ്പൽ കഴക്കൂട്ടം പോലീസിന് റിപ്പോർട്ട് നൽകി. പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാഗിങ്ങിന് കേസെടുക്കുമെന്ന് കഴക്കൂട്ടം പോലീസ് പറഞ്ഞു. ജനം, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.